മനുഷ്യജീവനുകളെ കാർന്നു തിന്നുന്ന പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെ ഒരു യുവതലമുറയുടെ പോരാട്ടം. Those walls I built, well baby they're tumbling down, and they didn't even put up a fight, they didn't even make the sound. I found a way to let you in, but I never really had a doubt. Standing in the light of your halo, I got my angel now. It's like I've been awakened, every rule I had you breaking. It's the risk that I'm taking. I ain't never gonna shut you out. Everywhere I'm looking now, I'm surrounded by. ഒന്നും എടുത്തിട്ടില്ലല്ലോ. അവിടെ വന്നിരുന്ന് വലിക്കാൻ നിൽക്കണ്ട. ഒന്ന് ഡോക്ടറെ കാണണം. പുതിയ രജിസ്ട്രേഷൻ ആണോ? അതെ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ. അവിടെ വെയിറ്റ് ചെയ്തോളൂ. ശരി. റേഹാൻ വാ. ഹലോ, എന്ത് എവിടെ എത്തി? ശരി, ഞാൻ പിന്നെ വിളിക്കാം. മീര, നീ പോയിട്ട് വാ. ചേട്ടാ, എന്താ? ഡോക്ടർ ഇതിന്റെ ബ്രദറാ. കണ്ടില്ലേ ഡോക്ടർ, എപ്പോഴും എങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കില്ല. പോയി വായ കഴുകിയിട്ട് വരൂ. ഡോക്ടർ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടോ? ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ട്. എന്തായാലും മീര പോയി ട്രീറ്റ്മെന്റ് ചെയ്തോളൂ, ഞാൻ നോക്കാം. വരിയിരിക്കും. എന്താ പേര്? മിഥുൻ. മിഥുൻ എന്ത് ചെയ്യാ? പഠിക്കുകയാണ്? ഡിഗ്രി ഫൈനൽ ഇയറാ. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ? വേറെ എന്തൊക്കെ ദുശീലങ്ങളുണ്ട്? അങ്ങനെയൊന്നുമില്ല. കോളേജിൽ നിന്ന് ഫ്രണ്ട്സാണോ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ?
ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? ആട്ടെ, ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം വായിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി തോന്നിയോ? ഇവിടെ ഒരു എരിച്ചിൽ പോലെ തോന്നാറുണ്ട്. എരിച്ചിൽ പോലെ അല്ലേ? വെളുത്ത നിറവ്യത്യാസം എന്തെങ്കിലും കണ്ടിരുന്നോ? ഒരു വെളുത്ത പാടണെന്ന് തോന്നുന്നു. വെളുത്ത പാടുന്നില്ല, നമുക്ക് എന്തായാലും നോക്കാം. ലക്ഷ്മി, ആ ചെയറൊന്ന് സെറ്റ് ചെയ്തോളൂ ഡോക്ടർ. പുകയില ഉപയോഗിക്കുന്നവർ വായിൽ നിറവ്യത്യാസമോ എരിച്ചിലോ അനുഭവപ്പെട്ട് ഒരു ദന്ത ഡോക്ടറെ സമീപിക്കുമ്പോൾ ചില പ്രധാന പരിശോധനകൾ നടത്തുന്നു. കഴലകളുടെ പരിശോധന, വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകമായി സജ്ജീകരിച്ച ഉപകരണങ്ങൾ കൊണ്ടുള്ള പരിശോധന എന്നിവ അവയിൽ ചിലതാണ്. എത്ര വർഷമായി ഇതിപ്പോ തുടങ്ങിയിട്ട്? 2-3 വർഷമായി. 2-3 വർഷമായി. എന്തായാലും വായിലൊരു വെളുത്ത പാട് കാണുന്നുണ്ട്. ഞാനൊരു മരുന്ന് കൂടി തരാം. ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി വരും. എങ്ങനെയുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ്? നന്നായിരുന്നു. ഇത് വേദനയ്ക്കുള്ളൊരു മരുന്നാണ്. ഇത് ഒരാഴ്ച നിറവ്യത്യാസമുള്ള സ്ഥലത്ത് ഒന്ന് പരട്ടിയിട്ട് വന്നോളൂ. ശരി ഡോക്ടർ. വരും ഇതിൻ, ഇരിക്കും. എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റമുള്ളതായി തോന്നിയോ? മാറ്റം തോന്നിയില്ല. മിഥുൻ, അവിടെ നിറവ്യത്യാസം പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമുക്ക് ഒരു ടെസ്റ്റ് കൂടി ചെയ്യേണ്ടി വരും. അതിവിടെ ചെയ്യില്ല, പുറത്തേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വായിന്നൊരു സാമ്പിൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നാലേ ഇനി ഫർദർ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ വായിന്നൊരു സാമ്പിൾ എടുക്കാം, കേട്ടോ? അർബുദമാണോ എന്ന് സംശയിക്കപ്പെട്ടാൽ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മറ്റു ചില പരിശോധനകൾ ചെയ്യാറുണ്ട്. വായിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് നടത്തുന്ന ബയോപ്സി അതിൽ പ്രധാനപ്പെട്ടതാണ്. ടൊളുഡിൻ ബ്ലൂ സ്റ്റെയിനിങ്, വെയിൽ സ്കോപ്പ്, ട്രാൻസ് ഇല്ലുമിനേഷൻ എന്നീ ടെസ്റ്റുകളും ഉപയോഗിക്കാറുണ്ട്. ശേഖരിച്ച സാമ്പിളുകൾ പത്തോളജി ലാബിൽ പരിശോധിച്ച് രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിനോടൊപ്പം അർബുദം ഏത് ഘട്ടത്തിലാണ് എന്ന് നമുക്ക് അറിയുവാനും സാധിക്കുന്നു. ഇത് മിഥുൻ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെയാ. ചെറിയൊരു അബ്നോർമാലിറ്റി ഉണ്ട്, എന്തായാലും വിളിച്ചു പറയാം. ഹലോ, ഡോക്ടറല്ലേ? കഴിഞ്ഞ ദിവസം അയച്ച മിഥുൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തു. ഇല്ലില്ല, ചെറിയൊരു അബ്നോർമാലിറ്റി ഉണ്ട്. ഇല്ല, പ്രൈമറി സ്റ്റേജ് ആണ്. ഫർദർ പ്രൊസീഡിങ്സ് ആവശ്യമുണ്ടാവും. എന്തായാലും ഞാൻ റിസൾട്ട് അയക്കാം. ഡോക്ടർ, കയറി വരൂ. ഡോക്ടർ, റിസൾട്ട്. ലക്ഷ്മി, ഈ പേഷ്യൻ്റെ റിസൾട്ട് ഒന്ന് കൊണ്ടുവരൂ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. പുകയില ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണിത്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സ്ഥിതി ആകെ വഷളാകും. ചിലപ്പോൾ അർബുദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സ്വഭാവം നിർത്തുകയാണെങ്കിൽ ഇത് നമുക്ക് തടയാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാകും. എന്തായാലും എൻ്റെ ഹൈജീനിസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു തരും. എങ്ങനെയാണ് വായിലെ ക്യാൻസർ ഉണ്ടാകുന്നതെന്നൊക്കെ. എന്തായാലും മിഥുൻ ഈ സ്വഭാവം നിർത്തിക്കോളൂ, അതായിരിക്കും നന്നാവുക. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ മിഥുൻ്റെ ഭാവി മിഥുൻ്റെ കയ്യിലാണ്. നയന, ഈ പേഷ്യന്റിന് വായിലെ അർബുദത്തെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ, ഡോക്ടർ പറഞ്ഞൊക്കെ മിഥുന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വായിലെ അർബുദത്തിന് പല കാരണങ്ങളുണ്ട്. നാം പോലും അറിയാതെ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പല വസ്തുക്കളും അർബുദത്തിന് കാരണമാകുന്നു. പുകയിലയുടെ പല ഉൽപ്പന്നങ്ങളായ ബീഡി, സിഗരറ്റ്, ഹൂക്ക, ഹൂക്ലി, ചിലും, ചുട്ക, ധംതി മുതലായവ ഉപയോഗിക്കുന്നതും മുറുക്കുന്നതിൻ്റെ പല ഉൽപ്പന്നങ്ങളായ പാൻ മസാല, മണിപ്പൂരി, സ്നഫ്, ഖൈനി, മിശ്രി, മാവ, സർദ മുതലായവ ഉപയോഗിക്കുന്നതും പുകവലിക്കുന്നതിനോടൊപ്പം മുറുക്കുന്നതും മദ്യപാനം, സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ, പോഷകക്കുറവ്, കൂർത്ത മൂർച്ചയുള്ള പല്ലുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മുതലായവയെല്ലാം അർബുദത്തിന് കാരണമാകുന്നു. ആദ്യമൊക്കെ വായിൽ പുണ്ണ് കാണുക, അത് മാറാതെ ഇരിക്കുക, പിന്നീട് വെള്ളയോ ചുമന്നതോ നിറത്തിലുള്ള വ്യത്യാസം കാണുക, ഏതു നേരവും എരിച്ചിൽ അനുഭവപ്പെടുക, ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് എന്നിവയാണ് അർബുദത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. ഉദാഹരണത്തിന് വെള്ള നിറത്തിലുള്ള ലൂക്കോപ്ലേക്യ, ചുമന്ന നിറത്തിലുള്ള എറിത്രോപ്ലേക്യ,
ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവയെല്ലാം പുകവലി കൊണ്ടുള്ള മാരക അസുഖങ്ങളാണ്. നാം പുകയില ചവയ്ക്കുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ഈ നിക്കോട്ടിൻ വായിലാകെ വ്യാപിക്കുന്നു. ഇതേ നിക്കോട്ടിൻ തന്നെയാണ് പുകയില ഉപയോഗിക്കാൻ നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നതും. ഇതുകൂടാതെ അർബുദത്തിന് കാരണമാകുന്ന മറ്റു 43 ഘടകങ്ങളും പുകയിലയിൽ അടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ വെള്ളയോ ചുമന്നതോ നിറത്തിലുള്ള വ്യത്യാസം കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ നിറവ്യത്യാസം ക്രമേണ വലുപ്പത്തിൽ വർദ്ധിക്കുകയും എത്ര ചുരുണ്ടിക്കളഞ്ഞാലും പോകാതെ ആയിരിക്കുകയും എന്നീ അവസ്ഥയിലേക്കാകുമ്പോഴേക്കെങ്കിലും ഒരു ദന്ത ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ആദ്യമൊക്കെ മാത്രമേ നമുക്ക് അർബുദം മരുന്നുകൊണ്ട് മാറ്റാനാകൂ. പിന്നീട് കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി, സർജറി എന്നിവയുടെയെല്ലാം ആവശ്യം വരുന്നു. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കൂ, ഈ ദുശീലങ്ങൾ നിങ്ങളെ നശിപ്പിക്കണോ അതോ നിങ്ങൾ ഈ ദുശീലങ്ങളെ നശിപ്പിക്കണോ എന്ന്. എത്ര ഉപദേശങ്ങൾ കേട്ടാലും അനുഭവസ്ഥരുടെ സാക്ഷ്യങ്ങളാണ് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നത്. എൻ്റെ പേര് തോമസ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ്. ഉൾപ്പെടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്കൊരു 3 വർഷം മുന്നേ ഈ പല്ലിൻ്റെ ഈ ഭാഗം, തടിയുടെ ഈ ഭാഗത്തൊരു പല്ലിൻ്റെ കിണക്കമായിട്ട് ഈ പല്ലെടുത്ത ഭാഗം കരിയാതെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ട്യൂമർ ബാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരുപാട് വെറ്റില കൊടുക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമാണ് പുകല ഉപേക്ഷിക്കുക. പിന്നെ പല്ലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അത് വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് അതിന് പരിഹാരം കണ്ടാൽ നമുക്ക് ഒരുപാട് സമയലാവും, പണലാവും, നമ്മുടെ ആയുഷിൻ്റെ നീളവും കുറെ കൂട്ടി കിട്ടുമെന്ന് എനിക്ക് പറയുന്നു. എത്ര വയസ്സിലാണ് ഇത് ദുശീലങ്ങൾ തുടങ്ങിയത്? വേറെ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? അത് വീട്ടിലുണ്ടായി, സുഖത്തുണ്ടായി, മുറുക്കലുണ്ടായിരുന്നു, പൊരുവലിയുണ്ടായി, കണ്ണ് ചാകായം എല്ലാം ഉണ്ടായിരുന്നു. എന്ത് വന്നപ്പോഴാണ് ഡോക്ടറെ കാണിച്ചത്? പണ്ടെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ താഴെയിട്ട് ഒരു പൊട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നതാണ് അതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? ഇപ്പൊ വേദനയ്ക്കൊക്കെ കുറവുണ്ടോ? വേദന അങ്ങനെ കാര്യമായിട്ട് എല്ലാവരും ഇടത്തുണ്ട്. ഇപ്പൊ ദുശീലങ്ങളൊക്കെ നിർത്തിയോ? അതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നിർത്തിയില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ സംസാരിക്കുന്നു. കേരളത്തിലെ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറിൽ ഏകദേശം 50 മുതൽ 60% വരെയെങ്കിലും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള ക്യാൻസറുകളാണ്. ശ്വാസകോശാർബുദം, വാക്യത്തിൽ തൊണ്ടയ്ക്കകത്തും വരുന്ന ക്യാൻസറുകൾ, അന്നനാളത്തിലെ ക്യാൻസർ, കണ്ടനാളത്തിലെ ക്യാൻസർ ഇവയെല്ലാം പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള ക്യാൻസറുകളാണ്. മറ്റു പല ക്യാൻസറിലും പുകയിലയും ഒരു കാരണമായിട്ട് ഭവിക്കാം. ഉദാഹരണത്തിന് പിത്തസഞ്ചിയിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, കിഡ്നിയിലെ ക്യാൻസർ, മൂത്രസഞ്ചിയിലെ ക്യാൻസർ, ഗർഭാശയത്തിലെ ക്യാൻസർ. അതുകൊണ്ട് തന്നെ ക്യാൻസർ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശേഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുകയിലയ്ക്കെതിരെ തന്നെയായിരിക്കും. അതുകൊണ്ട് പുകയിലയുടെ ഉപയോഗം വർദ്ധിച്ചേ മതിയാവും. ഇതിനെക്കുറിച്ച് പ്രശസ്തർ പറയുന്നത് കേൾക്കുക. ഹായ്, ഞാൻ രാജീവ് പിള്ള. വായിലെ ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ദന്ത ഡോക്ടറിനെ സമീപിക്കുക. ഹായ്, ഞാൻ നിവിൻ പോളി. അമൂല്യമായി നിങ്ങളുടെ ഈ ജീവിതം പാഴാക്കാതിരിക്കുക. പുകയിലയും പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കൂ. ജീവിതം ഭദ്രമാക്കൂ. അർബുദം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത് അവഗണന മൂലമാണ്. ശ്രദ്ധിക്കുക, പ്രായഭേദമന്യേ അർബുദം ആരെയും ബാധിക്കാം. പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ ഇത് പ്രത്യക്ഷപ്പെടാം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രം: പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കുക. നമ്മുടെ അന്തകൻ നാം തന്നെ ആകരുത്.